ഹായ് എവ്രിവൺ, നമ്മളിപ്പോൾ സഫാരി വേൾഡിൽ പോകുമ്പോൾ മോർണിംഗ് 7 o'clock ആയി. മെട്രോ കയറി 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ബസ് വന്ന് പിക്ക് ചെയ്യും. പോയിട്ട് കാണാം. നമ്മൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തിട്ടാണ് സഫാരി വേൾഡിൽ പോകുന്നത്. അവർ പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ മെട്രോ സ്റ്റേഷനൊക്കെ കയറി അവിടെ ചെന്ന് നിന്നപ്പോൾ അവരുടെ ഗൈഡും ബസ്സും ഡ്രൈവറും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഗ്രൂപ്പായിരുന്നു, അതിൽ ഇന്ത്യൻസായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഏകദേശം 2-2.5 മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് സഫാരി വേൾഡിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറിയിരുന്നു, പോയി അവിടെ ചെന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു സിറ്റീസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയതും ആദ്യമേ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ കൂടെ മാപ്പും നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തന്നു ഗൈഡ്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതേ ബസ്സിൽ കയറിയിട്ട് ഓപ്പൺ സൂ കാണാനാണ് പോയത്. ഓപ്പൺ സൂ എന്ന് പറയുന്നത് ഒരു സൂവിൻ്റെ രീതിയിൽ ഇവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, നാച്ചുറൽ ഹാബിറ്റാറ്റ് എല്ലാം നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ നമുക്ക് കുറേയും കൂടെ സൂവിൻ്റെ അന്തരീക്ഷമല്ലാണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ രീതിയിൽ നമുക്കിരുന്ന് നമ്മൾ പോകുന്ന ബസ്സിൽ തന്നെ ആനിമൽസിനെ എല്ലാം കാണാം. അതിന് മുന്നായിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എടുത്തു. ഇങ്ങനെ വാട്സപ്പിൽ പിന്നെ കണക്ട് ചെയ്തിരുന്നു. നമ്മളെങ്ങാനും വഴി തെറ്റി പോവുകയാണെങ്കിൽ ലൈവ് ഷോസൊക്കെ കാണുമ്പോൾ അവരുടെ മെസ്സേജ് അയക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇത് നമ്മൾ പോകുന്നത് ഓപ്പൺ സൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ഈ ബസ്സിലിരുന്ന് തന്നെയാണ് കാണുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ആനിമൽസ്, ബേർഡ്സ് എന്നൊക്കെയാണ് സ്പോട്ട് ചെയ്തേക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചല്ല ഇട്ടേക്കുന്നത്. കുറേ സ്ഥലത്ത് ബേർഡ്സ്, ആനിമൽസ് അങ്ങനെ കുറേ ഉപദ്രവിക്കാത്ത രീതിയിലുള്ളത്. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ടൈഗർ, ലയൺ, ബെയർ അങ്ങനെയൊക്കെ. ആദ്യം തന്നെ കണ്ടത് കുറച്ച് ബേർഡ്സിനെയൊക്കെയാണ്. അതിനെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ വൈൽഡ് ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോയി വേറെ ഒരു ഗേറ്റ് തുറന്ന് അങ്ങനെയൊക്കെ കയറിയിട്ടാണ് കണ്ടത്. ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കണ്ടു നോക്കൂ. ഓരോ ആനിമൽസിനെയും കാണുന്ന ഈ ഏരിയയിലാണ്. അവിടെ ഈ ആനിമലിനെ കണ്ടു, അതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ്, അതിൻ്റെ വീടിനെക്കുറിച്ച്, അത് കഴിക്കുന്ന ഭക്ഷണത്തിനെക്കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ ഗൈഡ് നമുക്ക് മൈക്കിലൂടെ ബസ്സിലിരുന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി.
നമ്മൾ ഓപ്പൺ സൂ എല്ലാം കണ്ട് അതിനോട് ടാറ്റ പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ സഫാരി വേൾഡിൻ്റെ മെയിൻ ഓഫീസിൻ്റെ ഭാഗത്തോട്ട് പോയി. അവിടെ മറൈൻ വേൾഡിലും സഫാരി വേൾഡിലും ഒക്കെ ഉള്ള ഷോസും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് സഫാരി വേൾഡിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ഫോറസ്റ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഫുൾ മുന്തിരിത്തോട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുമാത്രമല്ല സൈഡിൽ ചെറിയ രീതിയിൽ ആനിമൽസിനെയും ബേർഡ്സിനെയും കൂട്ടിലൊക്കെ ഇട്ടേക്കുന്നതും സ്റ്റാഫിൻ്റെ കൂടെ നിൽക്കുന്നതും ഒക്കെയുണ്ട്. മക്കാവോ പാരറ്റ്സ് പിന്നെ ഒറാങ്കുട്ടൻ്റെ കൂടെ എക്സ്ട്രാ നിന്ന് ഫോട്ടോ എടുക്കുക, അതിനൊക്കെ എക്സ്ട്രാ പ്രൈസാണ്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ലൈവ് ഷോസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ലൈവ് ഷോസ് കാണാൻ വേണ്ടി പോകുന്നതിന് മുന്നേ സഫാരി വേൾഡിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്കി നമ്മളെ ഗൈഡ് കാണിച്ചു. നല്ല ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ടർ സ്പ്രേ പോലെയാണ്. നല്ല രസമായിരുന്നു അതിൻ്റെ അവിടെ നിൽക്കാൻ. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. തായ്ലൻഡിലും പട്ടായയിലും ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. ലൈവ് ഷോ കണ്ടതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കാര്യം എല്ലാം കൂടെ ഒരുമിച്ചാക്കിയാൽ ഭയങ്കര ലോങ് വീഡിയോ ആവും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ പറയുക. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.